നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇത് ശനിയാഴ്ച രാവിലത്തെ വീഡിയോ ആണ്. ഞാൻ തൃശ്ശൂർക്ക് പോകാൻ നിൽക്കുകയാണ്. നാളെ അമ്മയുടെ പിറന്നാളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് തന്നെ പോവാം. പിന്നെ പരദേവതയെ ഒന്ന് തൊഴാൻ പോകണം. അപ്പോൾ എൻ്റെ കൂടെ ഇന്ന് കുഞ്ഞനും ഉണ്ട് കേട്ടോ. അപ്പോൾ ട്രെയിനിലാണ് പോണത്, രാവിലെ ഗുരുവായൂർ ട്രെയിനിൽ. അപ്പോൾ മഴ പെയ്ത കാരണം നല്ല രസമായിരുന്നു, ആലുവ മണപ്പുറമൊക്കെ കാണാനൊക്കെ. അങ്ങനെ ഞാൻ തൃശ്ശൂരെത്തി അവിടുന്ന് ഓട്ടോയിലാണ് വീട്ടിലേക്ക് പോയത് കേട്ടോ. വീട്ടിൽ അനീത്തിയുടെ ഫ്ലാറ്റാണിത്. അവളുടെ കൂടെയാണ് ഇപ്പോൾ അച്ഛനും അമ്മയും ഉള്ളത്. അപ്പം അങ്ങനെ ഞാൻ അവിടെ എത്തിയിട്ട് അച്ഛൻ വടക്കുന്നാഥിൽ തൊഴാൻ പോയിക്കായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛൻ പറയായിരുന്നു വടക്കുന്നാഥിൽ കുറേ നാളായി പോയിട്ട് എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ അമ്മയുടെ അടുത്ത് എത്തിയപ്പോൾ അമ്മയ്ക്ക് ആദ്യം തന്നെ മനസ്സിലായില്ല ഞാൻ സാന്ദ്രയാണെന്ന് പറഞ്ഞിട്ട് സാന്ദ്രയോട് പറയണ പോലെ വർത്തമാനങ്ങൾ പറയുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ സാന്ദ്രയല്ല രജനിയാണ് എന്നങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് അച്ഛൻ ചായ ഉണ്ടാക്കി തന്നു കേട്ടോ. ചായ ഉണ്ടാക്കി തന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ്. ഇത് അമ്മയുടെ അച്ഛൻ്റെയും ഒരു പഴയ ആൽബത്തിൽ നിന്ന് കിട്ടിയൊരു ഫോട്ടോ ആണ് കേട്ടോ. നല്ല ഭംഗിയായിരുന്നു എൻ്റെ അമ്മയെ കാണാനായിട്ട്. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ട് ഞാനും അനിയത്തിയും കൂടിയിട്ട് ലക്ഷ്മി സ്റ്റോഴ്സിൽ പോയി. അവിടെ ആടി സെയിൽ നടക്കുകയാണ്. അപ്പോൾ അമ്മയ്ക്ക് അവിടുന്ന് സാരിയും അവൾക്കും സാരി വാങ്ങിച്ചു. ഞാൻ ഓൾറെഡി വാങ്ങിച്ച കാരണം പിന്നെ ഞാൻ വാങ്ങിയില്ല. പിന്നെ ഇതാണ് തൃശ്ശൂർ ടൗൺ കേട്ടോ. ഞങ്ങൾ കുറേ എന്താ പറയുക പൂരത്തിനൊക്കെ ഇങ്ങനെ നടന്ന് കുറേ ശീലിച്ച സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഏത് മുക്കിൽ കൊണ്ടിട്ടാലും ഞങ്ങൾ തിരിച്ചെത്തുന്ന എപ്പോഴും ചേട്ടനോട് പറയും. പിന്നെ അതിന് ശേഷം വീട്ടിലെത്തിയപ്പോൾ അതെ അച്ഛനും അമ്മയും അവരെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അതിന് ശേഷം ഞങ്ങൾ മെയിൽ കഴുകിയിട്ട് എല്ലാവരും കൂടി പരദേവതയെ തൊഴാൻ പോയി. ഞങ്ങളുടെ പരദേവത നെന്മാറയാണ്. നെന്മാറ പൂരം നടക്കില്ലേ, വല്ലങ്ങി വേല, അതാണ് ഞങ്ങളുടെ പരദേവത. അപ്പോൾ പാലക്കാട് ആ ഭാഗമാണ്. പാലക്കാട് എത്തേണ്ട അതിന് മുമ്പ് തന്നെയാണ് കേട്ടോ. നെന്മാറ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. പിന്നെ റോഡൊക്കെ കാണാൻ പാലക്കാട് എത്തുമ്പോൾ ഒരു ഭംഗിയല്ലേ, കൂടുതൽ പ്രകൃതിയോട് അടുത്ത് കിടക്കുന്ന സ്ഥലം എന്നൊക്കെ തോന്നും. അത്രയും പച്ചപ്പാണ് അവിടെ അതിൽ കാണാനായിട്ട്. പിന്നെ നമ്മുടെ കുതിരാനിപ്പോൾ ഒരു എല്ലാവരുടെ വീഡിയോയിലും കണ്ട് ബോറടിച്ച സ്ഥലമായിരിക്കും. എന്നാലും ഞാൻ വെറുതെ എൻ്റെ ഇഷ്ടത്തിന് അതും കൂടി ഒന്ന് ഈ വീഡിയോൻ്റെ കൂടെ ചേർത്തു കേട്ടോ. യാത്രകൾ പിന്നെ എനിക്കിഷ്ടമാണ് പ്രത്യേകിച്ച്. പിന്നെ അമ്പലം യാത്രകളായതുകൊണ്ട് കൂടുതൽ അതിനൊരു ഭംഗി കൂടുന്നും പറയില്ലേ, അങ്ങനെ ഞങ്ങൾ 7 മണിയായിട്ടോ എത്തിയപ്പോൾ അമ്പലത്തിൽ. ഇതാണ് ആ ക്ഷേത്രം, ഞങ്ങളുടെ പരദേവതാ ക്ഷേത്രം ഇതാണ്. അങ്ങനെ ഞങ്ങളവിടെ പ്രദക്ഷിണം വയ്ക്കുകയാണ്. പ്രദക്ഷിണം അവിടെ ആ ഒരു മല കാണുന്നില്ലേ, അവിടെയാണ് ശരിക്കും ഭഗവതി അവിടെയാണ് അത്ര ആദ്യം വന്നിരുന്നത്. അപ്പോൾ അവിടെ ആദ്യം തൊഴും. അതിന് ശേഷം ഞങ്ങൾ പ്രദക്ഷിണമൊക്കെ വെച്ച് അവിടെ നേദ്യം അടച്ച പൂജയായിരുന്നു, അത് തൊഴുതു. അതിന് കൂടെ ദീപാരാധന ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഇരുന്ന് ഞങ്ങൾ വീഡിയോസൊക്കെ എടുത്ത് തിരിച്ച് ഞങ്ങൾ തൃശ്ശൂർക്ക് പോവുകയാണ് കേട്ടോ. പിന്നെന്താ, അപ്പോൾ അമ്മ എത്ര മണിയാണ് അമ്മയ്ക്ക് ഞങ്ങൾ എത്തിയപ്പോൾ ഒരുപാട് ലേറ്റായി, 9:30 ആയി. അമ്മ 7:30 ആകുമ്പോഴേക്കും ഭക്ഷണം കഴിക്കണത്. അപ്പോൾ എത്ര മണിയായി, സമയം എത്രയെന്ന് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളോട് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ വീട്ടിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച്. ഇത് സാന്ദ്രുവിൻ്റെ റൂമാണ് കേട്ടോ. അപ്പോൾ അവൾ കുറേ അലങ്കാര പണികളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് കാണിച്ചു തരുമായിരുന്നു, ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ അതൊക്കെ കണ്ട് പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് അമ്മയുടെ പിറന്നാളാണല്ലോ. പിന്നെ അപ്പോൾ അമ്മയെ കുളിപ്പിച്ച് പുതിയ നൈറ്റിയൊക്കെ ഇടിപ്പിച്ച് കൊടുത്തു. ഞങ്ങൾ ഇന്നലെ ലക്ഷ്മി സ്റ്റോഴ്സിൽ പോയിരുന്നു എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അമ്മയ്ക്ക് ഒരു നൈറ്റിയും കൂടി വാങ്ങിച്ചിരുന്നു. അപ്പോൾ നൈറ്റിയൊക്കെ ഇടിച്ച് കുളിപ്പിച്ച് അതേ അമ്മ നാമം ജപിക്കുകയാണ് കേട്ടോ അവിടെ നിന്നിട്ട്. അത് കഴിഞ്ഞ് പിന്നെ അച്ഛൻ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു, അമ്മയുടെ പേരിൽ വഴിപാടൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ അമ്മയ്ക്ക് തൊട്ട് കൊടുക്കുകയാണ് പ്രസാദമൊക്കെ. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ 3-4 പേരും കൂടി സെൽഫിയൊക്കെ എടുത്തു. പിന്നെ ഞാനും അനിയത്തിയും കൂടിയിട്ട് വടക്കുന്നാഥനും പാറമേക്കാവും തൊഴാൻ പോയിരുന്നു കേട്ടോ. പാറമേക്കാവ് അമ്പലം ഇതുപോലെ ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ എല്ലാ ദിവസവും ഞങ്ങളുടെ തട്ടാത്തമ്മയും കൂടിയാണ്. അങ്ങനെ വീണ്ടും അത് കഴിഞ്ഞ് ഞങ്ങൾ അമ്പിസ്വാമിയുടെ അവിടെ പോയിട്ട് പായസമൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ. പിന്നെ ഒരു 12:30 ആയപ്പോഴേക്കും ഭക്ഷണം കഴിച്ചു. വിളക്കത്ത് ചോറ് എല്ലാം വിളമ്പിക്ക് വെച്ചു. അമ്മയ്ക്കും ചോറ് വിളമ്പി. അമ്മയും അച്ഛനും ഒരുമിച്ചാണ് കഴിക്കാനിരുന്നത്. പിന്നെ ഞങ്ങളും ഭക്ഷണം കഴിച്ചു കേട്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല.
പിന്നെ ഞാൻ 1:30 ട്രെയിനിൽ തിരിച്ച് എടപ്പള്ളിക്ക് പോന്നു കേട്ടോ. അപ്പോൾ എടപ്പള്ളിയിലെ സ്റ്റേഷൻ്റെ ചേട്ടൻ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ തൃശ്ശൂർ യാത്രയുടെ വിശേഷം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം നൽകി ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.